പ്രശസ്ത നടി ഹണി റോസിൻ്റെ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ, ചുരുക്കപ്പേര് ബോച്ചയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുണ്ടായ സാഹചര്യത്തിന് കാരണക്കാരൻ നടൻ സിദ്ദിഖാണെന്നാണ് പറയുന്നത്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് വമ്പനും ഉയരത്തിൽ എത്ര പറന്നാലും വീഴ്ച തന്നെയായിരിക്കും. ആ വീഴ്ചയുടെ ആഘാതത്തിന് ശക്തി കൂടും. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ബോച്ചെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായ പ്രമുഖൻ എന്നാലോചിക്കണം. അദ്ദേഹം ഇപ്പോഴും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കുമ്പസാരിക്കുമ്പോഴും തെറ്റ് ചെയ്യാത്ത ഒരാളെ എന്തിന് അറസ്റ്റ് ചെയ്തു, തെറ്റ് ചെയ്യാത്ത ഒരാളെ എന്തിന് ജയിലിലടച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമെന്നാലോചിക്കണം. സത്യത്തിൽ എന്താണ് ഈ ഹണി റോസ് കേസും ബോച്ചയും തമ്മിലുള്ള ബന്ധവും സിദ്ദിഖിൻ്റെ ഇടപെടലും എന്നാണ് നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഈ ഹണി റോസ് കഴിയുന്നതും ഒരാൾക്ക് എതിരെ പോകാത്ത ഒരു യുവനടിയാണ്. നമുക്കറിയാം, സഖി കെട്ടിട്ടാണ്, അത് നിവൃത്തിയില്ല, നമുക്കൊരാളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നോ അത് അപ്പം മരിച്ചു എന്ന് വിചാരിക്കാം. അതിനേക്കാൾ ഉപരിയായിട്ടാണ് ഒരു സ്ത്രീയെ ഇത്രമാത്രം അത് വേട്ടയാടപ്പെടുക എന്ന് പറയുന്ന പോലെ, മാനസികമായും ശാരീരികമായും വേട്ടയാടപ്പെടുക എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ വേട്ടയാടി പരസ്യമായിക്കൊണ്ട്, അതായത് എന്തും ചെയ്യാം, മണി പവർ, മസിൽ പവർ എന്നോട് ചോദിക്കാൻ ആരുണ്ട്, നിയമത്തെ പോലും വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന എല്ലാവർക്കും അടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ്. ഇവരെ സംബന്ധിച്ച്, ഹണി റോസിനെ സംബന്ധിച്ച് ഒരു ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നില്ലോ, അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചു നോക്കും, എത്രയോ കേസുകൾ നടന്നിരിക്കുന്നു. പഴയ വർഷങ്ങൾ കേസുകളുണ്ട്. മാടത്തരി, മൈനത്തരുവി കേസുകൾ, നടിപീഡന കേസുകൾ, മറ്റു കേസുകൾ, ഒത്തിരി കേസുകൾ. ഈ കേസുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ആദ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യും, എല്ലാവരും കൂടെ ഉണ്ടാവും. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ അവരും ഒന്നോ രണ്ടോ പേരും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ കൂടെ കൂടുന്നവരൊക്കെ ചക്രവർത്തമാനം പറഞ്ഞുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് അവസാനം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ WCC പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അമ്മ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങനെ പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം കാണുമ്പോൾ നമ്മളും ഹണിയൊക്കെ എല്ലാവരും ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ളതാണത്. കൂടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം പറയണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം. എന്താണെന്നോ, ബോച്ചയെ വെറുപ്പിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ ചോദിക്കുന്നത്, ഇത്ര പെട്ടെന്ന് എന്താ കാരണം? ഇവിടെ മുമ്പുള്ള കേസുകൾ നമ്മൾ നോക്കണം. ഈ കേസുകളിലൊക്കെ എവിടെ പലരും അറസ്റ്റ് ചെയ്യുന്നില്ല, ചില അറസ്റ്റ് നീണ്ടുപോകുന്നു, ഒരു സോഫ്റ്റ് കോർണറായിട്ടുള്ള വരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന്, അതായത് ഹണി റോസ് പരാതി കൊടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണത്. ആ അറസ്റ്റ് പുറകിൽ ആരാണ് ഇത്ര പെട്ടെന്ന്? അത് മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ സിദ്ദിഖിന് ഇതിൻ്റെ റോൾ എന്താണ്? കാരണം സിദ്ദിഖ് പറഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് സിദ്ദിഖ് കോൺഗ്രസ് അനുഭാവിയാണെന്ന് ആലോചിക്കണം. പക്ഷേ സിദ്ദിഖിന് എല്ലാ പാർട്ടികളിലും പ്രബലന്മാരുണ്ടെന്ന് ആലോചിക്കണം. എവിടെ നിന്നാലും എനിക്കൊരു പ്രശ്നമില്ല, നടക്കേണ്ട കാര്യങ്ങൾക്ക് നടക്കും, സാധിക്കേണ്ട കാര്യങ്ങൾ സാധിക്കും എന്ന രീതി തന്നെയാണ് ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിലുണ്ടായത്. ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ബോച്ച ജയിലിൽ കിടക്കുകയാണത്. പക്ഷേ അതേ സമയത്ത് ഇന്നലെ ബോച്ചയോടൊപ്പം ഉണ്ടാകുന്നൊരു നടി, അറസ്റ്റ് ചെയ്യുമ്പോൾ ബോച്ചയോടൊപ്പം ഒരു നടി ഉണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് അവിടെ ഹൻസിക എന്നുള്ള നടി കോയമ്പത്തൂരിൽ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അവിടെ ഉദ്ഘാടനം, ഇവിടെ ജയിലിൽ. ഇത്രയും വലിയ വ്യവസായ പ്രമുഖൻ താൻ കെട്ടിപ്പൊക്കിയ സൗധം, ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് പോലും പങ്കെടുക്കാൻ കഴിയാത്ത വണ്ണം ജയിലിൽ കുരുക്കിയിടാൻ ഹണി റോസിന് കഴിഞ്ഞെങ്കിൽ അതൊരു പെൺ ശക്തി തന്നെയാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. കാരണം നിവൃത്തിയില്ല, അത്രമാത്രം ഇതിൻ്റെ മുൻപൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഹണി റോസ് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മനഃപൂർവ്വം ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെയുണ്ട്. ഒരു സ്ത്രീ ഇത്രമാത്രം വേട്ടയാടപ്പെടുമ്പോൾ
ആ സ്ത്രീയോടൊപ്പം നിൽക്കാൻ ആരുമില്ലെങ്കിൽ പോലും അവൾ സ്വയമെങ്കിലും ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഇനി ഒരു സ്ത്രീയോടും അപമര്യാദയായി ഒരുത്തരും പെരുമാറാൻ പാടില്ല. അതിൻ്റെ ഇതും കണ്ടു കഴിഞ്ഞല്ലോ. കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഈ ഹണി റോസിന് എതിരെ പോസ്റ്റ് ഇടുന്ന എല്ലാവരും വളരെ മോശമായ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഒരു നിലപാടെടുത്തു, എല്ലാവരും ഞാൻ കൊടുക്കും, ഞാൻ സ്ട്രോങ് ആണ്, എൻ്റെ ഭാഗം. ഒരുത്തനെ അറസ്റ്റ് ചെയ്തുകൂടി ഇപ്പം ആ കമൻറ്റുകളൊക്കെ പോയി ഇപ്പോൾ എന്താ സ്തുതിവാചകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ പറഞ്ഞു വന്നതല്ല, ഈ സിദ്ദിഖിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് അല്ലേ. സിദ്ദിഖിൻ്റെ റോൾ ഇത്രയേ ഉള്ളൂ. സിദ്ദിഖിൻ്റെ കേസ് വന്നല്ലോ, ഇവിടെ എത്രയോ നടന്മാരുടെ കേസ് വന്നു, ചോദ്യം ചെയ്യലുണ്ടായി. സിദ്ദിഖിൻ്റെ കേസ് വന്നപ്പോൾ സംഭവിച്ചത് എന്താ, കൺമുന്നിലൂടെ സിദ്ദിഖ് ഇങ്ങനെ നടക്കുകയാണ്, ഇരിക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, കൈവീശുന്നു പോലീസുകാർക്ക് നേരെ. അപ്പം എന്താ, ഈ കൈകൾ കണ്ട് പോലീസുകാർ കണ്ണടയ്ക്കുന്നു, അറസ്റ്റ് ചെയ്തില്ല. സിദ്ദിഖിന് ജാമ്യം കിട്ടുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് എവിടെ നിന്നൊക്കെയോ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. അത് ഭരണപക്ഷത്തുള്ളവരായിരിക്കാം, പ്രതിപക്ഷത്തുള്ളവരായിരിക്കാം, ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുള്ള സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള തന്നെ സ്നേഹിക്കുന്ന നടന്മാരിൽ ആരെങ്കിലും ആയിരിക്കാം, മുഖ്യമന്ത്രി സ്വാധീനമുള്ളവരായിരിക്കാം. അവരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. അത് കേരള സമൂഹത്തെ രാഷ്ട്രീയ ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും ചിന്തിപ്പിച്ചൊരു സംഭവമാണ്. ഒരാൾക്ക് എന്താണ് ഇത്രമാത്രം ഒരു അനീതിക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത് ആലോചിക്കണം. അപ്പം ഇനിയുണ്ടാവുന്ന കേസുകൾ, അതാണ് ഇനിയുണ്ടാവുന്ന കേസുകൾ ഇത്രയും വൈകിപ്പിക്കാൻ പാടില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പിന്നെ കേസ് നടക്കുമ്പോൾ അത് അവരുടെ മിടുക്ക്, അവർ നല്ല വക്കീൽ വെച്ച് വാദിക്കുന്നതും ജയിക്കുന്നതും തോൽക്കുന്നതൊക്കെ ഓരോരുത്തരുടെ മിടുക്കാണ്. ഇപ്പോഴും കണ്ടില്ല, 7.5 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിന് പ്രതിവിധി ഉണ്ടായിട്ടില്ലോ, അതിൻ്റെ വിചാരണ കഴിഞ്ഞു. ഇനി വിധി പ്രസ്താവിക്കാൻ 2-3 മാസങ്ങൾ എടുത്തേക്കാം. അപ്പം അത്രയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള ആക്ഷേപങ്ങൾ വരെ ചെയ്തിരുന്ന ആലോചിക്കണം. നേരിട്ട് മുഖ്യമന്ത്രി അതിൽ പങ്കിട്ടില്ലെങ്കിലും അത് അനുബന്ധമായ ചില സംഭവം ഉണ്ടായിരിക്കാം. ഇപ്പം ഹണി റോസ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു എന്നാണ് പറയുന്നത്. ആ പരാതി അയച്ചതിൻ്റെ പേരിൽ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ യുദ്ധകാലാടിസ്ഥാനം എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് നടപടികൾ ഉണ്ടായത്. വേറെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ നടപടികളുണ്ട്. എങ്ങനെ ഈ ബോച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുക എന്നാലോചിക്കണം. തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിൻ്റെ റിസോർട്ടിന് പുറത്ത് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ കാവലായി പോലീസ് സന്നാഹത്തോടെ ഉണ്ടായിരുന്നു ആലോചിക്കണം. അത്രയും ദ്രുതഗതിയിലായിരുന്നു. എവിടേക്ക് രക്ഷപ്പെടാൻ? കോയമ്പത്തൂരിലേക്കോ കർണാടകത്തിലേക്കോ? സാധാരണയിൽ കോയമ്പത്തൂർ ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടേക്കാണ് പോകാൻ സാധ്യത എന്ന് പോലീസും വിചാരിക്കും. പക്ഷെ അത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടേക്കല്ല, കർണാടകത്തിലേക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു. അതിനു മുമ്പ് കീഴടങ്ങേണ്ടി വന്നു എന്നാലോചിക്കണം. ഇപ്പോൾ എത്ര ദിവസം കിടന്നു എന്നുള്ളതല്ല, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ഹണി റോസിൻ്റെ കേസിൽ ഹണി റോസിന് ഈ ബോച്ചയെ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം പ്രശസ്തനായ തുള്ളികാട് പഠിക്കുന്ന നിലകായ വിപ്ലവ നേതാവ് ചെഗുവേരയുടെ പേരാണ് നിലയ്ക്ക്. ആ പേരാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കിടന്നു. പക്ഷെ അവസാനം സംഭവിക്കാൻ പോകുന്ന എന്താ? ഇപ്പോൾ പ്രഖ്യാപനം വന്നല്ലോ, പിന്തുണയാണ് ഹണി റോസിന്. അവസാനം ഈ കേസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഈ പിന്തുണച്ചവർ ഒരു വലിയ വിഭാഗം തന്നെ ഹണി റോസിനെ സമീപിക്കും. കാരണം ഹണി റോസിൻ്റെ ആഗ്രഹം ഇയാളെ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ള, അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ആ കേസിൽ നിന്ന് ഊരി പോരണം. അതിന് ആർക്കൊക്കെ എത്രയൊക്കെ കോടികളും ലക്ഷങ്ങളും കൊടുക്കുമെന്നുള്ളത് പിൻവരാനിരിക്കുന്ന ചരിത്രമാണ്. ആ കണക്കുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിയോ ഒറ്റ കാര്യം മാത്രം, ഒരു പ്രലോഭനത്തിനും വഴങ്ങാതെ ഈ കേസുമായി ഹണി റോസ് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അടക്കമുള്ളവരുടെ അഭിപ്രായം.